ഹലോ, നമസ്കാരം. ദീപിക ഒരുക്കിയിരിക്കുന്ന അക്കാഡമിക് എക്സലന്റ് അവാർഡ് വിജയോത്സവം 2026 100% വിജയം നേടിയ കുട്ടികളെയും വിദ്യാലയത്തെയും ഇവിടെ ആദരിക്കുകയാണ്. അപ്പോൾ ദീപികയുടെ പരിപാടി ആയതുകൊണ്ട് എന്നെയും ക്ഷണിച്ചു, ഞാനും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ട് പോകാം. കാഞ്ഞിരപ്പള്ളി മഹാജൂബിലി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 എക്സലൻസ് അവാർഡ് ചടങ്ങിൽ ഞാനും സന്തോഷത്തോടു കൂടിയാണ് എത്തിച്ചേർന്നത്. നല്ലൊരു സ്വീകരണമായിരുന്നു എനിക്കും ലഭിച്ചത്. ജനപ്രതിനിധികളടക്കം 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിച്ചേർന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയുടെ അഭിമന്യ പിതാവ് മാർ ജോസ് പുളിക്കൽ പിതാവും മറ്റു വൈദികരും ജനപ്രതിനിധികളടക്കം സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേദിയിലേക്കെത്തി. താമസിക്കാതെ തന്നെ വിശിഷ്ടാതിഥിയായ കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും എത്തിച്ചേർന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ. മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപിക അതിൻ്റെ 140 ദീപ്തവർഷങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് വിദ്യാഭ്യാസ ജില്ലയിലെ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയം നേടിയ കുട്ടികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ദീപിക ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. വേദിയിൽ ഈശ്വര പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു. ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ദീപികയും സീക്കും ചേർന്ന് ഇന്ന് നൽകുന്ന പേരെന്താ? ഈ ഒരു പ്രോഗ്രാമിന് നൽകിക്കുന്ന പേരെന്താ? വിജയോത്സവമാണ്. അപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത് വലിയൊരു ഉത്സവത്തിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വലിയ ആവേശത്തോടെ അഭിമന്യ പിതാവും പ്രതിനിധികളും എല്ലാം എത്തിയിരിക്കുന്നത്. അവിടെ ഏറ്റവും ആദ്യം നമ്മളിരിക്കുന്ന അഭിമന്യ പിതാവും വിശിഷ്ടാതിഥികളുമൊക്കെ നിങ്ങളെ തൊട്ട് അഭിനന്ദിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് അഭിനന്ദിക്കുക. ഒന്ന് നിങ്ങൾ പരസ്പരം തൊട്ടടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് അഭിനന്ദിച്ചേ. കൺഗ്രാലേഷൻ പറഞ്ഞു ഒന്ന് അഭിനന്ദിക്കുന്നുള്ളതാണ്. ദീപിക നിങ്ങളെ അഭിനന്ദിക്കുകയാണ്, ദീപിക നിങ്ങളെ ആദരിക്കുകയാണ്. ഇന്ന് നാം എവിടെ ആഘോഷിക്കുക? 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പ്രഗത്ഭ വിജയം നേടിയ നിങ്ങൾ ഓരോരുത്തരെയും വിജയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ നിങ്ങളാക്കിയ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, നിങ്ങളുടെ വിദ്യാലയം, ഈ ആഘോഷത്തിന് നിങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുക മലയാള ഭാഷയിലെ ആദ്യത്തെ ദിനപത്രമായ ദീപികയുടെ സാരഥികളാണ്. നമുക്കറിയാവുന്ന പോലെ മലയാള ഭാഷയിൽ ഏറ്റവും ആദ്യം ആളുകൾ അക്ഷരം കൂട്ടി വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ പൊതുസമൂഹത്തിനായിട്ട് ഒരു ദിനപത്രം നൽകിയത് ദീപികയാണ്. ഇന്നും തുടർന്ന് പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ ദിനപത്രം ദീപികയാണ്. മറ്റു പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നപ്പോഴും സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ വലിയ മഹിതമായ പാരമ്പര്യം ചേർത്ത് പിടിക്കുന്ന ദീപിക. കേരളക്കരയിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ദീപിക ബാലസഖ്യത്തിന് രൂപം കൊടുത്തതും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ്. കേരള സാംസ്കാരിക പത്രപ്രവർത്തന മേഖലകളിൽ ഒത്തിരിയേറെ സ്വാധീനം പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയ സംസ്കാരം എല്ലാം ചെലുത്തുന്ന ദീപികയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു പരിപാടി, അർത്ഥവത്തായ പരിപാടി വീണ്ടും സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അനുമോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാന നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ SSLC പരീക്ഷകളിലും +2 പരീക്ഷകളിലും ഉന്നത വിജയം കൈവരിച്ച സ്കൂളുകൾ, അതുപോലെ പൂർണ്ണ വിജയം എല്ലാവരും പാസ്സായ സ്കൂളുകൾ, അതുപോലെ തന്നെ ഉന്നത മാർക്കുകൾ ലഭിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാഞ്ഞിരപ്പള്ളി എന്ന പ്രദേശത്തിൻ്റെ മഹത്വം ഉയർത്തി കാണിക്കുന്ന ഒരു പ്രൗഢമായ സദസ്സാണ്. കഠിനാധ്വാനത്തിൻ്റെ, ദൈവാശ്രയബോധത്തിൻ്റെ, ചിട്ടയായ പഠനത്തിൻ്റെയൊക്കെ നല്ല ഫലമാണ് നിങ്ങൾക്ക് ലഭിച്ച ഈ വിജയം. അതുകൊണ്ട് ഉന്നത വിജയം നേടിയ സ്കൂളുകളെ, ആ വിജയത്തിന് കാരണക്കാരായി മാറിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരെയും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ നന്നായി സ്വപ്നം കാണുക.
നിങ്ങളുടെ ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് സ്വപ്നം കാണുക. വിദേശത്തേക്ക് പറക്കാൻ വേണ്ടി വെറുതെ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടരുത്. നമുക്ക് ഈ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെ തന്നെ പഠിച്ചുയർന്ന് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയും. ഔപചാരികമായി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ദീപിക ഒരുക്കുന്ന അക്കാഡമിക് എക്സലൻസ് അവാർഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊടുക്കുന്നു. 140-ാം വാർഷികത്തോടനുബന്ധിച്ച് ദീപികയും സീക്ക് കൺസൾട്ടൻസിയും ചേർന്ന് സംഘടിപ്പിച്ച എക്സലൻസ് അവാർഡിൻ്റെ ഉദ്ഘാടനം മാർ ജോസ് പുളിക്കൽ പിതാവ് നിർവഹിച്ചു. തുടർന്ന് പിതാവ് മികച്ച സ്കൂളുകൾക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. പക്ഷെ പരിശ്രമമാണ്, ഈ പരിശ്രമശീലമാണ് ഏറ്റവും ആവശ്യം. പരിശ്രമം എന്ന് മാത്രമല്ല, നല്ല കാലഘട്ടം ബോധാമനെ കൂഷിയെടുക്കുന്ന ദൈവം ഇത് മൂന്നും കൂടി ചെയ്തിട്ടുണ്ടെന്ന് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു സമീപനം എന്നും നമുക്ക് ഗുണം ചെയ്യും. ആദ്യം നമുക്ക് തോന്നും ഇത്രയും സത്യസന്ധമായിട്ടുള്ള പെരുമാറണം അല്ല. DFCയുടെ സംസ്ഥാന ഭാരവാഹി ശ്രീ ജോയി മട്ടക്കുരിക്ക് ദീപികപത്രം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ MJ ആശംസകൾ അർപ്പിച്ചു, സംസാരിച്ചു. വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകുകയും ചെയ്തു. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ CCM കറിക്കാട്ടൂര്. 100% വിജയമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ പ്രിൻസിപ്പാള് വന്നിട്ടുണ്ടോ? ഇല്ല വന്നില്ല. അപ്പൊ നിങ്ങളാണോ പ്രതിനിധീകരിച്ച് വന്നത്? അതെ. എങ്ങനെയുണ്ട് ഈ ദീപികയുടെ ഈ പരിപാടി വിജയോത്സവം 2026? വളരെ നല്ലതായിരുന്നു. ഒരു അവാർഡ് ദാനം എന്നതിലുപരി ഞങ്ങൾക്ക് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഇവിടെ ലഭിക്കുകയുണ്ടായി. അത് നല്ല പ്രയോജനപ്പെട്ടല്ലേ? എൻ്റെ പേര് ആൻമോൾ. നല്ലൊരു ഓറിയന്റേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി തന്ന ദീപികയ്ക്കും അതുപോലെ തന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അച്ഛൻ്റെ പേര് ജോഷി വാണിയപ്പുരയ്ക്കൽ. അച്ഛൻ. എൻ്റെ മോനവിടെ പഠിച്ചതാണ്, കെവിൻ തോമസ്. അപ്പം ഇന്ന് ഇപ്പം വന്നിരിക്കുന്നത് ഫുൾ A+ ആണോ? അല്ല, അവിടെ 100% വിജയം നേടിയ സ്കൂളിനെ പ്രതിനിധീകരിച്ചെത്തിയതാണ്. പിന്നെ ദീപികയുടെ വിജയോത്സവ പ്രോഗ്രാം 2026 എന്ന പേര് നടത്തിയ പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള കാഞ്ഞിരപ്പള്ളി മേഖലയിലുള്ള നല്ലൊരു ശതമാനം സ്കൂളുകളെയും ഒരുമിച്ച് കൂട്ടാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിച്ചു. അപ്പം ദീപിക ഒരുക്കിയ ഈ വിജയോത്സവം 2026 ഗംഭീരമായൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദീപികയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇത് ഭാവുകങ്ങളും നേരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ മുടങ്ങാതെ ഈ പരിപാടി നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഗുഡ് ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.